ഹലോ, യാർസ്റ്റിക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി വണ്ടിയുടെ AC വർക്കിംഗ് അല്ല. അപ്പോൾ അതൊന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ടൊന്ന് കാണിക്കണം. നമ്മൾ കിട്ടുമ്പോഴും AC വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ നമ്മളൊരു വർഷം ഇപ്പോൾ ഏകദേശം വണ്ടി കിട്ടിയിട്ട് കയ്യിലായി. നമ്മൾ AC ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേശ്ശെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിന് സമയമായിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് എന്താ പറയണതെന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ കംപ്രസർ എന്തോ പോയതാണെന്ന് തോന്നുന്നുണ്ട്. മുന്നത്തെ ഓണർ അങ്ങനെ പറഞ്ഞത് നമ്മുടെ അടുത്ത് കംപ്രസർ പോയി കൊടുക്കാമെന്ന് പറഞ്ഞ. അപ്പോൾ നമുക്കൊന്ന് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് കുറച്ച് ദിവസം ഇട്ടാലേ 2 ദിവസം ഇട്ടാലാണ് അവർക്ക് നയിച്ചിട്ട് ഇത് എന്താ കംപ്ലൈൻറ്റ് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഇടാൻ പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആവാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. AC-ലാണ് നമ്മൾ ഉപയോഗിച്ച് തരുന്നത്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ലോക്കലിടുമ്പോൾ AC-യുടെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ലോങ് പോകുമ്പോൾ ബ്ലോക്കിലൊക്കെ പെടില്ല, ട്രാഫിക്കിലൊക്കെ പെടുമ്പോഴാണ് നമുക്ക് AC-യുടെ വില മനസ്സിലാവണത്. നമുക്ക് ലോങ് ഭയങ്കര കുറവാണ് പോവുള്ളൂ. എന്നാലും നമുക്ക് കൂടുതലും നമ്മുടെ അവിടെ തന്നെ ലോക്കൽ നോടാണുള്ളത്. ഇപ്പോൾ നല്ല വേനല വരാൻ പോണേ. അപ്പോൾ AC-ലാണ് നടക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ AC ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്താ പറയണതെന്ന് നോക്കാം. കാരണം അതിന് കംപ്രസർ പോയെന്നുണ്ടെങ്കിൽ കംപ്രസർ പുതിയതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞത് 10-20,000 വരെ അടുത്ത് കംപ്രസറിനെ വരുന്ന ആണ് ഞാൻ അറിഞ്ഞുള്ളത്. അപ്പം നമുക്ക് വല്ല സെക്കൻഡ്സ് വല്ല പട്ടാളത്തിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് തൃശ്ശൂർ പൊളി മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് നോക്കി നോക്കാൻ പറ്റുമോ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരെന്താ പറയണേന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. എന്താ പറയണേന്ന് നോക്കി നോക്കാം. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞത് വണ്ടി കൊണ്ടുപോയി നോക്കാന്നുള്ളതിൽ പറഞ്ഞ എന്താ പറയണേന്ന് നോക്കി നോക്കാം. ചേട്ടാ മനസ്സിലായി, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതല്ല ശനിയാഴ്ച നോക്കിട്ട് എങ്ങനെ കംപ്രസർ അയച്ച് നോക്കട്ടെ. കംപ്രസർ കൂളിംഗ് ഓയിൽ ലീക്കുണ്ടോ കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് വേണം കൂളിംഗ് ഓയിൽ ലീക്കുള്ളതായി നോക്കണം. അല്ലെങ്കിൽ പിന്നെ അവിടെ കുഴപ്പമില്ല, ഡയറക്റ്റിന്റെ ബാധ്യത ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ നേരെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ പോന്നു. ആളിഞ്ഞ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാർട്സ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ആൾ പിറ്റേ ദിവസം പറഞ്ഞു നമ്മുടെ അടുത്ത് 3 പാർട്സ് ഇപ്പോൾ വേണം. അത് ചെക്ക് ചെയ്തപ്പോഴാണ് കംപ്ലൈൻറ്റ് കാണുന്നത്. അപ്പോൾ കംപ്രസർ, കണ്ടൻസർ, കൂളിംഗ് കോയിൽ, ഈ 3 സാധനം ഇപ്പോൾ വാങ്ങാൻ പറഞ്ഞുള്ളത്. ഇപ്പോൾ അതിന് ശേഷം വേറെ എന്തെങ്കിലും ഇത് ചെക്ക് ചെയ്തിട്ട് വേറെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങേണ്ടി വരും. തൽക്കാലം ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇത് മൊത്തം പോയി ഇരിക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ 1-2 സ്ഥലത്ത് വിളിച്ചു ചോദിച്ചു, തൃശ്ശൂർ പട്ടാളത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കംപ്രസർ കിട്ടി നമുക്ക്. കൂളിംഗ് കോയിലുണ്ട് അവിടെ, പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് അല്ലായിരുന്നു. ചെളി ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അതെടുത്തില്ല. അങ്ങനെ കംപ്രസർ മാത്രമായിട്ട് നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം വേറെ സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ ഒരു ഗോഡൗണാണ്. പക്ഷേ ഇവിടെ മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ. പക്ഷേ ഞാൻ വെറുതെ ഒന്ന് പോണ വഴിക്ക് ഒന്ന് കയറിയതാണ്. അങ്ങനെ വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി. അപ്പോൾ അത് വേറെ ഈ പോണ വഴിക്ക് തന്നെയാണ് വേറെ ഗോഡൗണുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ആദ്യം ഇത് കഴിഞ്ഞിട്ട് പോണത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ സാധനം ഇവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ളതല്ല, മോഡലല്ല. പക്ഷെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വണ്ടിയുടെ ഉണ്ട്. അത്യാവശ്യം വണ്ടി ഒന്ന് പൊളിക്കാനും കിടക്കുന്നുണ്ട്. കുറേ ട്രാവലറാണ് വന്ന് കിടക്കുന്നത് ഇവിടെ. അതിൻ്റെ കുറേ എല്ലാം ഒരുവിധ വണ്ടികളൊക്കെ ഉണ്ട്. ലീഫുകൾ, അതേപോലെ സീറ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ വണ്ടിക്ക് പറ്റുന്ന പോലത്തെ മോഡലിൻ്റെ അതാണ് ഗ്രില്ല് ഫ്രണ്ട് വരുന്നത്. അതുണ്ട്. പക്ഷേ അത് വൈറ്റ് ആയ കാരണം കുറേ പണിയെടുക്കണമെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ച് അതിനെ വേണ്ടാന്ന് വെച്ച് നമ്മുടെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. കുറേ ടാക്സി വണ്ടികളാണ് കൂടുതലും വന്നുള്ളത് ഇവിടെ. ഞാൻ അവിടെ മുന്നേ വന്നിട്ടുണ്ട്. മുന്നേ നമ്മുടെ വണ്ടികളൊക്കെ നോക്കാനൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എഞ്ചിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഇരിക്കുന്ന എഞ്ചിനൊക്കെ ട്രാവലറിൻ്റെ എഞ്ചിനുകളാണ്, വലിയ എഞ്ചിനാണ്. അതുപോലെ ഈ സീറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 3500 രൂപ പറഞ്ഞത് 2 എണ്ണത്തിനും കൂടിയിട്ട്. പിന്നെ അത്യാവശ്യം സകല പാർട്സും ഉണ്ട് വണ്ടിയുടെ. പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം ഏതാ മോഡൽ. ഒരു കാർ തന്നെ പല മോഡലിൽ ഇറങ്ങിയിട്ടുണ്ടാവും, പല വേരിയൻ്റ് ആയിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടില്ലാന്നെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് കൊണ്ടെടുക്കേണ്ടി വരും. അപ്പോൾ അത് പക്കയായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ ഓരോ ഐറ്റംസ്. ഇപ്പോൾ എൻ്റെ തന്നെ ഇവിടെ ഉണ്ട്, പക്ഷേ അത് എൻ്റെ മോഡലല്ല എടുക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഗോഡൗണിൽ വന്നു. ഇവിടേക്കാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങിയത്. ഒരു ലോകമാണ്, കടമാന സാധനങ്ങളുണ്ട്, എത്രയോ വണ്ടികളുടെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഇവരുടെ അടുത്ത് മുന്നേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നുള്ളത്. നമ്മൾ ഇവരുടെ കടയിനെ തൃശ്ശൂർ പട്ടാളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ ബാക്കി സാധനം ഗോഡൗണിലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഗോഡൗണിലേക്ക് വന്നത്. നമ്മുടെ സാധനം തപ്പുണ്ട് ചേട്ടൻ, സാധനം ഇവിടെ ഉണ്ട്, ആ ഫുൾ സെറ്റായിട്ട് അങ്ങനെ അന്ന് കയറ്റി വെച്ചാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ എന്തൊക്കെയോ നമ്മൾ ഈ വണ്ടികളോട് ഇഷ്ടമുള്ള കാരണമാണ് നമ്മൾ ഇങ്ങനെ ഓരോ പാർട്സൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്. ഇത് എന്തിൻ്റെയാന്ന് പോലും അറിയില്ല, പക്ഷേ അത് ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്കിവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനം ആൾ ചോദിച്ചപ്പോൾ തന്നെ സാധനം എടുത്തു തന്നു. പിന്നെ ഏറ്റവും വലിയ പറയണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെയാണ്, ഇവിടെ സ്റ്റാഫിനെ. അവർ ഇന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയിട്ട് പക്കയായിട്ട് എടുത്തു കൊണ്ട് തരും. അത് ഇത്രയധികം സാധനം ഇരിക്കുമ്പോൾ തപ്പേണ്ട ആവശ്യമില്ല. അതാണ് അവരുടെ ജോലി അതാണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് എവിടെ വെച്ചെന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അധികം സമയമൊന്നും എടുത്തില്ല. സാധനം പറഞ്ഞ വശം തന്നെ സാധനം നേരെ അയച്ച് സെറ്റ് ചെയ്ത് നമുക്ക് തന്നു. അത്യാവശ്യം വണ്ടിയുടെ പാർട്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് വരണത്. ഞാൻ മുന്നേ ഇവരെ ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ വണ്ടിയുടെ ആവശ്യത്തിനായിട്ട്. പക്ഷേ ഞാൻ ഈ ഗോഡൗണിലേക്ക് ആദ്യമായിട്ട് വരണം. നമ്മുടെ സാധനം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് വേണ്ട, അത് മാത്രം മതി, കണ്ടൻസർ മാത്രം മതി നമുക്ക്. അപ്പോൾ അതിൻ്റെ ഫാൻ ആ ചേട്ടൻ ചെക്ക് ചെയ്തിട്ട് ഇനി കയറ്റി വയ്ക്കാൻ പോകുന്നു. ഈ നല്ല അടിപൊളി ഫാനാണ്, പക്ഷെ നമുക്ക് ഫാൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫാൻ വാങ്ങിച്ചിട്ടില്ല. അതുപോലെ അതിൽ ബാക്കിയുള്ള ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ എടുത്തില്ല. അത്യാവശ്യം വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്, പാർട്സുകൾ കുറേ ഉണ്ട്. അതിൻ്റെ മേലൊക്കെ സീറ്റിൻ്റെ ഒക്കെയാണ്. ഞാൻ സീറ്റ് ചോദിക്കുന്നുണ്ട്, എൻ്റെ സീറ്റ് ഇതുപോലെ എനിക്ക് ആവശ്യമുണ്ട്. കാരണം ഫ്രണ്ടിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല, സൈഡിലേക്കൊക്കെ ചെരിയുമ്പോൾ. അപ്പോൾ ഇവരിൽ സ്കോർപ്പിയോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ സീറ്റ് ഇവർ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. നല്ല സീറ്റാണ്, പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എടുക്കണില്ല സീറ്റ്. നമ്മൾ ഇപ്രാവശ്യം AC മാത്രമാണ് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കും. ഇത് പോയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അതിൽ വന്ന് എടുക്കും. കാരണം നല്ല 2 സീറ്റാണ്, നല്ല സീറ്റുണ്ട്, ബാക്ക് സീറ്റും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് മാത്രം ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടൻസറായിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. ഇത് അവിടെയാണ് വർക്ക്ഷോപ്പ് വരുന്നത്. വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചൂണ്ടലിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ ചോലൂർപ്പടിയിലാണ് വരുന്ന ലൊക്കേഷൻ. ഷോപ്പിൻ്റെ നേരെ നോക്കി കഴിഞ്ഞാൽ ചോലൂർപ്പടി തിരിവ് എന്നുള്ള ബസ് സ്റ്റോപ്പും മുന്നിലുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആർക്കായാലും AC വർക്കിന് ഏത് വർക്കിനും നമുക്ക് ഇവിടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി വർക്കാണ് ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആളുടെ പേര് വരുന്നത് സന്തോഷ് എന്നാണ്. അങ്ങനെ ഇത് വേറെ ദിവസമാണ് എടുത്തുള്ളത്. ഇത് നമ്മുടെ കണ്ടൻസർ ആയിരിക്കുന്നത്. ഈ ഫിൽറ്റർ നമ്മൾ വേറെ വാങ്ങിച്ചു. കണ്ട അതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഉണ്ടായിരുന്നത് കണ്ട അത് ഒരു കരി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കറുപ്പ് കളറായിട്ട്. അപ്പോൾ നമ്മൾ പുതിയത് വേറെ വാങ്ങിച്ചു. അപ്പോൾ ഈ 2 പാർട്സായിട്ട് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് വരുന്നത് ഞാൻ ആ ഗോഡൗണിൽ പോയിട്ട് എടുത്തിട്ട് വരുന്ന വഴിയാണ്. അത് നമ്മുടെ ഇല്ല, അതിൻ്റെ അടിയത്തെ കണ്ടൻസറും ഫിൽറ്ററാണ് നമ്മുടെ. പിന്നെ ബ്ലോവർ ഇതേപോലെ കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ തന്നെ. അപ്പോൾ ആളൊന്ന് റിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോവർ ഓക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സൈഡിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കംപ്രസറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പച്ച ഡോട്ടിൽ പെയിൻറ്റൊക്കെ ഉള്ളത് നമ്മുടെ കംപ്രസറാണ്, പുതിയ വാങ്ങിച്ചു കൊടുന്നുള്ളതാണ്. പിന്നെ കണ്ടൻസർ കയറ്റാണ്ട് ആകെ ഫുള്ള് പൊടി പിടിച്ചിട്ട് കിടക്കണേ. കുറേ എന്തൊക്കെയോ കുറേ അയച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉൾഭാഗത്ത് അത്യാവശ്യം വർക്കുകളുണ്ട്, കുറേ സ്വിച്ചൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം പൊടി പിടിച്ചിട്ട് കിടക്കണത്, എനിക്ക് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ കുറേ ഫീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾ. അങ്ങനെ നമ്മുടെ വണ്ടി ശരിയാണെന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന ആള്. എവിടെ കിടക്കണേ? നമ്മുടെ ഇവിടെയാണ് കളി, ഇടത്താണ് കളിയേ, വലത്തില്ല, അടുത്തോട്ടാണ് കളി. എടുത്ത ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ആക്കുമ്പോ കുറയുക, ഇങ്ങനെ ആകുമ്പോ കൂടുക. ഇവിടെ അല്ലാട്ടോ നോക്കണ്ട, ഈ ഭാഗം കേട്ടാ കുറച്ച് വർക്ക് ചെയ്തിട്ട് സെറ്റ് ആവുക നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ അത് പിന്നീട് മാറ്റി കഴിഞ്ഞാൽ സെറ്റല്ലേ? എന്തായാലും തണുപ്പുണ്ട് സെറ്റ്. ഇപ്പൊ എന്താ പറയാ, ഈ വണ്ടി ഇങ്ങനെ പണിനെ പറ്റിട്ട്, ഈ പഴയ സ്കോർപ്പിയോ പണിനെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് പറയാൻ വേണ്ടിട്ടാ. പഴയ സ്കോർപ്പിയോ പണിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല പാർട്സും എല്ലാം പക്കയായിരിക്കണം. കംപ്രസറാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. അത് അത്രയും പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ തണുപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ സ്കോർപ്പിയോക്ക് ഈ CRDക്ക് ഈ അയർ കുറവാ. അതിന് യൂണിറ്റ് വെച്ചിട്ടുണ്ട്, തണുപ്പുണ്ട്. തള്ളിച്ച് കളഞ്ഞിപ്പോ ഈ റേഞ്ച് റോവറിനൊക്കെ വരുന്ന പോലത്തെ ഒരു യൂണിറ്റ് ആണ് വെച്ചുള്ളത്. അതിന്റെ റേഞ്ച് റോവറിന് 2 സൈഡിൽ നിന്ന് ബ്ലോവർ കൊടുത്തിട്ട് നല്ല തള്ളിച്ച് വരും.
ഇതാണെങ്കിൽ ഇവര് ഒരു സൈഡിൽ ബ്ലോവർ വെച്ചിട്ടുള്ള ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തെടുക്കുക. ഈ ബ്ലോവർ വെക്കേണ്ട ഭാഗം ബ്ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നം ഇതിലുണ്ട്. അത് അവര് അടുത്ത പ്രാവശ്യം പരിഹരിച്ചിട്ടുണ്ട്. മറ്റേല് പിന്നെ കാരണം എന്ന് വെച്ചെങ്കിലേ വലിയ യൂണിറ്റ് അല്ലേ, ആ ഒരു എയർ ഇങ്ങോട്ട് കയറി കയറി എത്തണ്ടേ, ഇങ്ങോട്ട് എത്തില്ലല്ലോ. അതാണ് അവര് തള്ളി കൊടുക്കാനുള്ള സെറ്റപ്പ്. അതാണ്, അതുകൊണ്ടാണ് മറ്റേ റേഞ്ചർ റോവറിനൊക്കെ 2 എണ്ണം വെച്ചുള്ളത്. 2 ഫാനാണ് 2 സൈഡും. അപ്പൊ ഇത് മെത്തേഡാണ് ഉപയോഗിച്ചുള്ളത്. ഇവര് ഒരു ഫാൻ വെക്കണ ഭാഗത്ത് ഇവര് ബ്ലോക്ക് ചെയ്ത് വെച്ചെടുക്കുക. അങ്ങനെ ഒരു ഫോഷാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ഫാൻ വെച്ചെടുത്താൽ കിട്ടും. പക്ഷെ അതിനിവിടെ സ്റ്റിയറിംഗ് ഇവിടെ സ്ഥലമല്ലല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. ആള് ദുബായില് റേഞ്ച് റോവറിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞാൻ ആളെ കട ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. പണി തിരക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആള് സെറ്റാക്കി എന്തുണ്ട്, അത്യാവശ്യം നല്ല കൂളുണ്ട്. അപ്പോ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ വണ്ടി ഇന്നലെ രാത്രിയോട് നമുക്ക് കിട്ടിയ ഏകദേശം 2 ആഴ്ച അടുത്ത് കിടന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. ഏകദേശം ഒരു 10-11 ദിവസം ഏകദേശം കിടന്നിട്ട് നമ്മുടെ വണ്ടി. ഇതിൽ കുറേ പാർട്സുകൾ കിട്ടാണ്ടൊക്കെ ആയിരുന്നു പ്രശ്നം. ഇതിൽ നമുക്ക് ഉപയോഗിച്ചുള്ളതൊക്കെ ഒരു പഴയ വണ്ടിയുടെ പാർട്സ് തന്നെയാണ്. നമ്മൾ പോളി മാർക്കറ്റിൽ പോയിട്ട് കുറേ പാർട്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഫിൽറ്ററൊക്കെ ഉണ്ട്, ഈ കണ്ടൻസറിൻ്റെ അവിടെ വരുന്ന ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അത് രണ്ടാമത്തെ സെക്കൻഡ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ പൈപ്പുകൾ, ചില പൈപ്പുകൾ അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയതും വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ പഴയതും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ പഴയത് വാങ്ങിച്ചതിന് ഏറ്റവും കൂടുതൽ കാശായിട്ടുള്ളത് ഏകദേശം ഒരു 10-16 രൂപ സാധനങ്ങൾ പഴയത് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. കംപ്രസർ വാങ്ങിച്ചിട്ടുണ്ട്, അതേപോലെ കണ്ടൻസർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പഴയത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ വില കൂടിയതായിരുന്നു. പിന്നെ അതിൻ്റെ ചില പൈപ്പുകൾ നമുക്ക് വാങ്ങിച്ചു കൊടുന്ന അതിൻ്റെ സെയിം പൈപ്പുകൾ നമുക്ക് കിട്ടിയ അവിടെ തന്നെ കിട്ടിയ ഒരു വണ്ടിയിൽ തന്നെ എല്ലാ പാർട്സുകളും കിട്ടിയത്. ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാ പാർട്സും കിട്ടിയത്. അപ്പം നമ്മൾ 4 സ്ഥലത്ത് ഏകദേശം 4 പട്ടാളത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്. പോയതുകൊണ്ട് അല്ലാണ്ട്. പട്ടാളം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പോളി മാർക്കറ്റ്, നമ്മൾ തൃശ്ശൂരുകാർ പട്ടാള മാർക്കറ്റ് എന്നൊക്കെ പറയും. അപ്പം 4 സ്ഥലത്ത് ഏകദേശം പോയിട്ടുണ്ട്. അല്ല ഒരു ഗോഡൗണിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അവരൊരു വണ്ടി, അവർക്കൊരു സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ അവരെ സ്കോർപ്പിയോക്ക് വണ്ടി പൊളിച്ചതായിരുന്നു. ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ പാർട്സ് എടുക്കാനായിട്ട്. അങ്ങനെ ഡോർസാണൊക്കെ അവർ അതൊന്നും കയറ്റി. അപ്പോൾ ഇതുപോലെ AC കാര്യങ്ങളൊക്കെ അവർ അധികം കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് കിട്ടി. നല്ല കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നു അത്. AC ഇട്ടിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് AC കാര്യങ്ങളൊക്കെ നല്ല വർക്കിങ്ങുള്ള കാരണം നമുക്ക് കിട്ടിയ സാധനം കംപ്ലൈൻ്റ് ഒന്നുമില്ല, കച്ചറയൊന്നുമില്ല. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത കടക്കാരോ പറഞ്ഞായിരുന്നു അത് നല്ല സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനം പരമാവധി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അതിലേക്കുള്ള പൈപ്പുകളായാലും ജംഗ്ഷൻ പൈപ്പ് എന്നൊക്കെ AC പ്രഷറൊക്കെ നിൽക്കുന്നത് അതൊക്കെ നല്ല സാധനം കിട്ടി, കുഴപ്പമില്ലാണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ച സാധനം കൂളായിട്ടുണ്ട്. ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇപ്പം ഒന്ന് വന്നിട്ട് ഇത്തിരി ബിസി ആയിരുന്നു. നമുക്കിതിൽ വരുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആരോ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. കാരണം ഇത് കംപ്ലൈൻറ്റാ. ഇതിനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ തന്നെ സാധനം ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ നമുക്ക് താൽക്കാലം വണ്ടി ഇറക്കിയിട്ട് പിന്നീട് ചെയ്യാം. ഇത് ഇവിടെ ധരിച്ചാൽ നമുക്ക് റെഡിയാക്കാവുന്ന കേസല്ലോ. അത് കാരണം നമുക്ക് ഈ സ്വിച്ചിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇതിങ്ങനെ അടിയിലേക്ക് കൂട്ടിയിടുമ്പോൾ പക്കയിട്ട് വർക്ക് ചെയ്യില്ല. കൂട്ടിയിട്ട് പിന്നെ കുറയ്ക്കുമ്പോഴാണ് വർക്കിംഗ് ആവണത്. ചെറിയ അത് ഈ സ്വിച്ചിന്റെ കംപ്ലൈന്റാ. നമ്മൾ ആദ്യം തന്നെ 4ലേക്ക് ഇടുമ്പോൾ വർക്ക് ചെയ്യില്ല, പിന്നെ 3ലേക്ക് ഇടുമ്പോൾ വർക്ക് ചെയ്യും, പിന്നെ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യും. 2, 1 പിന്നെ അവിടെ നിന്നൊക്കെ വർക്ക് ചെയ്യും. ആദ്യം തന്നെ 1ലേക്ക് ഇട്ടാൽ ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നുമില്ല ചില സമയത്ത്. അതേപോലെ 4ലേക്ക് ഇടുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ചെറിയൊരു ടെസ്റ്റിങ്ങിൽ 4ഉം വർക്ക് ചെയ്യും. അതിപ്പോൾ 4 കിടക്കണത്. അപ്പം അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അത് റെഡിയാവുന്ന പറഞ്ഞു. അത് ഉപയോഗിക്കാണ്ട് അതിന്റെ സാധനം കട്ട പിടിച്ചാന്ന് പറഞ്ഞു. അതായത് മറ്റേ അതിന്റെ നോബ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാണ്ട് അത് തീരുമാനമാകാന്ന് പറഞ്ഞത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെഡിയാവും എന്ന് പറഞ്ഞാള്. വണ്ടി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക്
നല്ല കൂളുണ്ട്, അടിപൊളി കൂളുണ്ട്, കുഴപ്പമില്ല, നല്ല കൂള് കിട്ടുന്നുണ്ട്. അപ്പൊ എ സിയുടെ വിൻഡ് വരുന്നത് ബാക്കിൽ വരുന്നത് ഈ 2 വിൻഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല എയറിന് നല്ല പവർ ഉണ്ട്. നമ്മൾ അവിടെ വരുന്ന സെയിം ഫ്ലോ തന്നെയാണ് നമുക്ക് എയർ ഇവിടെയും കിട്ടണത്. അത്യാവശ്യം ഇവിടേക്കൊക്കെ നല്ല ബാക്കിലേക്ക് ഇരിക്കുക, നല്ല കാറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 8 സീറ്റ് ആയാലും ധാരാളമാണ് നമുക്ക് ഉപയോഗിച്ച്. ഒരു 10 മിനിറ്റ് ഇടുമ്പോഴേക്കും നമുക്ക് മൊത്തം കൂളാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടക്കും. എ സി പണിയൊക്കെ ആയിട്ട് ഏകദേശം നമുക്ക് മൊത്തം വന്ന ചിലവ് ഒരു 18,000 രൂപ 20,000 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വണ്ടിയിൽ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, എ സി ഒക്കെ നോക്കുക. എ സി വേണ്ട കുഴപ്പമില്ലാണ്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല, എ സിയുടെ ആവശ്യമില്ല അങ്ങനെ എടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ ആദ്യം എടുത്ത് അങ്ങനെയാണ്, നമുക്ക് ആദ്യം എ സി വേണ്ട, പിന്നീട് എ സി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പിന്നീട് എ സി പണിയാമെന്നുള്ള രീതിയിൽ എടുത്തതാണ്. പക്ഷെ നമ്മൾ ഇത്ര ബഡ്ജറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുതിയതൊക്കെ വാങ്ങിച്ച് പണിയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. നമുക്ക് കുറേ സാധനങ്ങൾ പഴയത് വാങ്ങിച്ചാൽ നമുക്ക് അത്ര വലിയ എമൗണ്ട് ആയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.